ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ സാമ്പത്തിക ബാധ്യതകളെ കുറിച്ച് അറിയില്ലെന്ന് വയനാട് DCC നേതൃത്വം പറയുന്നു. പക്ഷേ അവരുടെ വാദം പൊളിയുന്നുവെന്നാണ് സുർജിത് അയ്യപ്പത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ബത്തേരിയിലെ സ്ഥലം വിൽക്കാൻ NM വിജയൻ ഒപ്പുവെച്ച കരാർ പുറത്തു വന്നിട്ടുണ്ട്. DC വൈസ് പ്രസിഡന്റ് OV അപ്പച്ചനാണ് കരാറിൽ സാക്ഷിയായിട്ട് ഒപ്പിട്ടിരിക്കുന്നതെന്നും പറയുന്നു. ഇതിന്റെ രേഖകൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത് തത്സമയം ചേരുന്നു. സുർജിത്, ഗുഡ് മോർണിംഗ്. സുർജിത്, കലോത്സവ വേദിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിക്കരികിലാണ്. ഇവിടെ ശരിക്കും കലോത്സവത്തിലെ ഒരുപാട് മാധ്യമങ്ങളുടെ കവറേജ് ഒക്കെ ഉണ്ട്. സുർജിത്ത്, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, പറയൂ. SKN, ഈ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ബാധ്യതകളെ കുറിച്ച് DCC നേതൃത്വത്തിന് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് അവർ പ്രസ്താവനയിലൂടെ പറഞ്ഞത്. അത് കൃത്യമായ രീതിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞതും അത്തരത്തിലായിരുന്നു. പക്ഷേ അത് ഖണ്ഡിക്കുന്ന വിധത്തിലുള്ള ചില തെളിവുകൾ കൂടി പുറത്തു വരികയാണ്. ആ തെളിവുകൾ ഒരു കരാറാണ് എൻ്റെ കൈവശമുള്ളത്. ഈ കരാർ ഒരു വസ്തു വിൽപ്പന കരാറാണ്. അത് 2022 ഏപ്രിൽ മാസത്തിൽ ചാക്കോ എന്ന തൃക്കേപ്പറ്റ നത്തങ്കുനി സ്വദേശിയുമായി ഉണ്ടാക്കിയ കരാറാണ്. NM വിജയനും അദ്ദേഹവുമായി ഉണ്ടാക്കിയ കരാറാണ്. അത് NM വിജയന്റെ ഭൂമി വിൽക്കാൻ വേണ്ടി തയ്യാറാക്കിയ, ബത്തേരിയിലെ ഭൂമി വിൽക്കാൻ വേണ്ടി തയ്യാറാക്കിയ കരാറാണ് ഈ കാണുന്നത്. ഈ കരാറിൽ കൃത്യമായ രീതിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ സാമ്പത്തിക ബാധ്യത തീർക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു കരാർ തയ്യാറാക്കിയെന്നുള്ളതാണ് വിവരം. കാരണം അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത, ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായ രീതിയിൽ അവരിൽ നിന്ന് പണം വാങ്ങി, പക്ഷേ അവർക്ക് ജോലി കൃത്യമായ രീതിയിൽ നൽകാൻ കഴിഞ്ഞില്ല വിവിധ സഹകരണ സ്ഥാപനങ്ങളിലേക്ക്. സ്വാഭാവികമായും അത് വലിയൊരു ബാധ്യതയായി വന്നിരുന്നു. അത് തീർക്കാൻ വേണ്ടിയാണ് ഈ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി സ്ഥലം വിറ്റെങ്കിലും ഈ ബാധ്യത തീർക്കുക എന്നുള്ള തരത്തിലേക്ക് NM വിജയൻ എത്തിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്, അതിന്റെ അവസാന പേജിൽ ഒപ്പുവെച്ചിട്ടുള്ളത് DCCയുടെ വൈസ് പ്രസിഡന്റ് ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വൈസ് പ്രസിഡന്റ് OV അപ്പച്ചനാണ് ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അപ്പോൾ ഇങ്ങനെ ഒരു സാമ്പത്തിക ബാധ്യത DCC ട്രഷറർക്ക് ഉണ്ട് എന്നുള്ള കാര്യം DCC നേതൃത്വത്തിന് അറിയാമായിരുന്നു എന്നുള്ള തരത്തിലുള്ള സൂചനയാണ് ഇതിൽ നിന്ന് ലഭ്യമാകുന്നത്. പക്ഷേ നമ്മൾ OV അപ്പച്ചനുമായി ബന്ധപ്പെട്ടിരുന്നു. OV അപ്പച്ചൻ പറയുന്ന കാര്യം, ഈ ചാക്കോ എന്ന് പറയുന്ന ആൾ തന്റെ ബന്ധുവാണ്, അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഒപ്പുവെച്ചത്. പക്ഷേ വിജയന്റെ സാമ്പത്തിക ബാധ്യത സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അറിയില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ CPM ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നതിൽ DCCക്കും ബന്ധമുണ്ട്. ഈ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് DCC ഉൾപ്പെടെ ഇതിനകത്ത് പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ്. കൃത്യമായ രീതിയിൽ തന്നെ ഈ സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്തതിൽ DCCയും ഉൾപ്പെടും എന്നുള്ള ആക്ഷേപമാണ് CPM അടക്കം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതിഷേധ പരിപാടികളിലെല്ലാം തന്നെ ഇക്കാര്യം ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കളിലേക്കും അന്വേഷണം പോകേണ്ടതുണ്ടെന്നുള്ള വാദമാണ് CPIM ഉന്നയിക്കുന്നത്. എന്തായാലും ഈ വിൽപ്പന കരാറിൽ അതിൽ ഒപ്പുവെച്ചിട്ടുള്ളത് DCC വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഒപ്പുവെച്ചത്. ചാക്കോ എന്ന് പറയുന്ന ഈ കരാറിൽ ഒപ്പിട്ട NM വിജയനൊപ്പം ഒപ്പുവെച്ച ആളുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് താൻ ഒപ്പുവെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട വിജയന്റെ സാമ്പത്തിക ബാധ്യതകൾ അറിയില്ല എന്നുള്ള വിശദീകരണമാണ് നൽകുന്നത്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ ഈ വിഷയങ്ങളെക്കുറിച്ച്, സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ച് DCC നേതൃത്വത്തിന് ധാരണ ഉണ്ടായിരുന്ന തരത്തിലുള്ള തെളിവുകളാണിത് എന്നുള്ളതാണ് CPIM ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. SK